നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് ഡെസേർട്ടായിട്ടും ഡ്രിങ്കായിട്ടും കഴിക്കാവുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി 100 ഗ്രാം ചവ്വരി തിളച്ച വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലേക്ക് ഫ്രൂട്ടായിട്ട് ഇപ്പോൾ സ്ട്രോബെറി ചേർക്കുന്നത്, അത് കുറച്ച് മിൽക്ക് മെയ്ഡിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കും. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചവ്വരി ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ഊറ്റി അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞെടുക്കാം. ഊറ്റിയെടുത്ത് അധികം വൈകാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. കൂടെ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി മിൽക്ക് മെയ്ഡ് ക്രീം ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തണുപ്പിച്ചിട്ടൊന്ന് കഴിച്ചു വയ്ക്കുക. ഇതിന് പകരം നമുക്ക് മാങ്ങ, അതുപോലെ പേരക്ക, പൈനാപ്പിളൊക്കെ ചേർത്തിട്ട് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ചവ്വരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തിക്കായി വരും. അപ്പോൾ അതിനനുസരിച്ച് പാലിൻ്റെയും മധുരത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.